എൻ്റെ പേര് മേതുകുൾ. എൻ്റെ പേര് ഹിമാനു അൽമരിയ. എൻ്റെ പേര് കെസിൻ ഷിജിത്ത്. കടലാസ് വ്യവസായം പൾപ്പ് നിർമ്മിക്കാൻ തടിയെ ആശ്രയിക്കുന്നു. ഇതിന് വനങ്ങളുടെ വലിയ പ്രദേശങ്ങൾ വെട്ടിമാറ്റേണ്ടതുണ്ട്. കടലാസ് നിർമ്മാണ പ്രക്രിയയിലുടനീളം വിവിധ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇത് വായു, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നു. പൾപ്പും പേപ്പറും നിർമ്മിക്കുന്നതിന് ധാരാളം വെള്ളം ആവശ്യമാണ്. അതിനാൽ ഈ പ്രശ്നം മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രൊജക്ട് ഗ്രാസ് പേപ്പറാണ്. ഇത് പുനരുപയോഗിക്കാവുന്നതും രാസവസ്തുക്കളൊന്നും അടങ്ങിയിട്ടില്ലാത്തതിനാൽ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ ഭൂമിയെ മലിനമാക്കുകയോ ചെയ്യുന്നില്ല. മിക്ക രാജ്യങ്ങളിലും പുല്ല് സുലഭമായതിനാൽ പുറന്തള്ളൽ കുറയ്ക്കുന്ന ഫാക്ടറികളോട് കൂടുതൽ അടുക്കാൻ ഇതിന് കഴിയും. വിഷ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കാതെ സ്വാഭാവികമായും ഇത് തകരുന്നു. പുല്ല് പേപ്പർ ഉൽപ്പാദനം മരം പൾപ്പിൻ്റെ ആവശ്യം കുറയ്ക്കുന്നു. വനങ്ങളും മരങ്ങളും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പുല്ല് ഒരു അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിലൂടെ വനനശീകരണത്തിൻ്റെ ആവശ്യകത കുറയ്ക്കുന്നു. ഇത് ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും നിലനിർത്താൻ സഹായിക്കുന്നു. പരമ്പരാഗത മരം പൾപ്പ് പേപ്പർ ഉൽപ്പാദനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രാസ് പേപ്പർ ഉൽപ്പാദനത്തിന് കാർബൺ കാൽപ്പാടുകൾ കുറവാണ്. ഗ്രാസ് പേപ്പർ ഉണ്ടാക്കുന്ന വിധം: കുറച്ച് പുല്ല് ശേഖരിച്ച് അരിഞ്ഞെടുക്കുക. അതിനുശേഷം സോഡിയം ഹൈഡ്രോക്സൈഡുമായി കലർത്തുക. 18 മണിക്കൂറിന് ശേഷം പുല്ല് നന്നായി കഴുകി pH നിയന്ത്രിക്കുക. അതിനുശേഷം കഴുകിയ പുല്ലിൽ വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക. പേപ്പർ നിർമ്മാണത്തിൽ രൂപീകരണ സഹായിയായി ഉപയോഗിക്കുന്ന വെണ്ടക്ക തിളപ്പിക്കുക. ഇത് നാരുകൾ തുല്യമായി ചിതറാൻ സഹായിക്കും. പുല്ലും വേവിച്ച വെണ്ടയ്ക്ക വെള്ളവും കൂടുതൽ വെള്ളത്തിൽ ചേർക്കുക. ശേഷം അത് ഫ്രെയിമിൽ വെച്ച് ഉണക്കുക. ഗ്രാസ് പേപ്പറുകൾ നിർമ്മിക്കുന്നത് വഴി പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക നേട്ടങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളുടെ കുറവ് എന്നിവയുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പുല്ല് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നതിലൂടെ വനനശീകരണം കുറയ്ക്കുവാനും നമുക്ക് സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുവാനും അതുല്യവും മോടിയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും. കൂടാതെ പുല്ല് പേപ്പർ നിർമ്മാണത്തിന് സമൂഹത്തിൽ ഇടപഴകുവാനും പരമ്പരാഗത കരകൗശല വിദ്യ സംരക്ഷിക്കുവാനും പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുവാനും കഴിയും. നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ പുല്ല് പേപ്പർ ഉൽപ്പാദനം പോലുള്ള നൂതനവും സുസ്ഥിരവുമായ സമ്പ്രദായങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിന് കൂടുതൽ പരിസ്ഥിതി ബോധമുള്ളതും ഉത്തരവാദിത്വമുള്ളതുമായ ഭാവിയിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യും.